എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി കുറുമയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് മിക്സിയുടെ ജാറിൽ തേങ്ങ, പൊട്ടുകടല, പച്ചമുളക്, ചെറിയ ജീരകം, ഗ്രാമ്പു, ഏലക്കായ, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ച് മാറ്റി വെക്കാം. ഒരു പാനിൽ എണ്ണ ഒഴിച്ച ശേഷം ചെറിയ ജീരകവും കൽപ്പാസി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു സവാളയും ചേർത്ത് വഴറ്റിയിട്ട് 2 തക്കാളി അരിഞ്ഞത്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഉലുവാപ്പൊടി ഇത്രയും കൂടി ചേർത്തൊന്ന് ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കറിവേപ്പിലയൊക്കെ ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് ഞാൻ ചപ്പാത്തി റെഡിയാക്കി എടുക്കുകയാണ്. ചപ്പാത്തി ചില സമയങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. അരമണിക്കൂറെങ്കിലും നമ്മൾ കുഴച്ച ശേഷം റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം ഉരുട്ടി പരത്തി ചുട്ടെടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ കറി തിളച്ചപ്പോഴേക്ക് ഇത് അരപ്പ് ഒഴിച്ചു ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇനി അത് തിള വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടെടുക്കാം. അപ്പോൾ ഈ കറിയിൽ തന്നെ നമുക്ക് മുട്ട പുഴുങ്ങിയതിടാം, അതല്ലെങ്കിൽ കടല പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയും ചുട്ടെടുത്തു. അടിപൊളി കോമ്പിനേഷനാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുതേ.